മെഡിക്കൽ എഡ്യൂക്കേഷന്റെ 970 പേരുടെ നിയമന ശുപാർശ വന്നിട്ടുണ്ട്. അതുപോലെ അതായത് ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് ആണ്. അതുപോലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കഴിഞ്ഞ ജില്ല തിരിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സാം കഴിഞ്ഞ് അങ്ങനെ 8 ജില്ലകളിൽ റാങ്ക് ലിസ്റ്റ് ആയി. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാസർഗോഡ് ജില്ലയിലെ ഹെൽത്ത് സർവീസിൽ വിളിച്ചിരിക്കുന്നത്. ഹെൽത്ത് സർവീസ് കാസർഗോഡ് ജില്ലയിൽ എത്രയാണെന്ന് നോക്കാം. അതായത് കാസർഗോഡ് ജില്ലയിലെ എക്സാം 2021 ഡിസംബർ 12 ആയിരുന്നു. 85 അഡ്വൈസ് ആണ് പോയത് കാസർഗോഡ് ജില്ലയിൽ. അതിനകത്ത് ഓപ്പൺ കോട്ട 68, ഈഴവ 63, SC 180, ST സപ്ലിമെന്ററി വന്നിട്ടുണ്ട്, മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റ് വന്നിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയിലൊക്കെ കാസർഗോഡ് ജില്ലയിലൊക്കെ കൂടുതൽ ആൾക്കാരെ വിളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. LC ആംഗ്ലോ ഇന്ത്യ 108, OBC 59 വിത്തിൻ ഓപ്പൺ കോട്ടയിലാണ്. വിശ്വകർമ്മ 66, SIUC നടാർ 130, ഹിന്ദു നടാർ സപ്ലിമെന്ററി ലിസ്റ്റ് വന്നിട്ടുണ്ട്. കൺവെർട്ടഡ് SC കൺവെർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി 186, ധീവര 3 സപ്ലിമെന്ററി ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്താണ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ വിളിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് മൊത്തം 970 നിയമന ശുപാർശ പോയിട്ടുണ്ട്. എക്സാം 2023 ജനുവരി 31 ആയിരുന്നു. ടോട്ടൽ 970 വന്നിട്ടുണ്ട്. ഓപ്പൺ കോട്ട 855, EWS 1000 വരെ വിളിച്ചിട്ടുണ്ട്. ഈഴവ തീയ 860, SC സപ്ലിമെന്ററി ലിസ്റ്റ് കടന്നിട്ടുണ്ട്. SC ST കാറ്റഗറിയിലുള്ളവർക്ക് സപ്ലിമെന്ററി ലിസ്റ്റ് കടന്നിട്ടുണ്ട്. മുസ്ലിം ആണെങ്കിൽ 1494 വന്നിട്ടുണ്ട്. LC ആംഗ്ലോ ഇന്ത്യൻ 1365 വരെ വിളിച്ചിട്ടുണ്ട്. OBC 863, വിശ്വകർമ്മ 1308. അപ്പൊ വരുന്ന DME എക്സാമിന് വേണ്ടി എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കാരണം റാങ്ക് ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഓപ്പൺ കോട്ടയിൽ അല്ലാത്തവർക്ക് ഓപ്പൺ കോട്ടയിൽ തന്നെ 855 വരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ റാങ്ക് ലിസ്റ്റിൽ 2000 പേരെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ 855 വരെ വിളിച്ചിട്ടുണ്ട്. അത് നല്ലൊരു കോള് തന്നെയാണ്. DME നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലുണ്ട്. 1695 SC കൺവെർട്ടഡ് ക്രിസ്ത്യൻ 1695 വരെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി പെട്ട ആൾക്കാർ കുറച്ച് നന്നായി പഠിച്ച് എക്സാം എഴുതിയ ആൾക്കാർക്ക് എല്ലാവരും തന്നെ ജോലി കിട്ടിയതായിട്ട്, അതായത് ഈ അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത DME എക്സാമിന് നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കണ്ടില്ലേ, ഓരോ റാങ്ക് നമ്പർ തിരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അപ്പൊ JHയുടെ നമുക്ക് റാങ്ക് ലിസ്റ്റ് നോക്കാം. അതിനായിട്ട് ഇവിടെ റാങ്ക് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ 2024 ഇവിടെ JHI എന്ന് ക്ലിക്ക് ചെയ്യുക. ഓരോ ഡിസ്ട്രിക്റ്റിൽ നോക്കാം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡാണ് വന്നിരിക്കുന്നത്. സോ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിളിച്ചിരിക്കുന്നത്. 2023 ഓക്കെ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ PSC സൈറ്റിൽ കാണാനില്ല. അപ്പൊ ജസ്റ്റ് പറയാം. കോഴിക്കോട് 81 പേരെ മെയിൻ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിൽ 78 പേരെ സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ടോട്ടൽ 159 കോഴിക്കോട്. നിങ്ങൾക്ക് ഇപ്പോൾ മൊത്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു പേപ്പർ കട്ടിങ് നിങ്ങൾ നോക്കുക. അപ്പോൾ കേരള PSC സൈറ്റിൽ ഇത് ആഡ് ആയിട്ടില്ല. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് SC ST കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് PDF ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വർഷ PR എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെയാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കേരള PSCയിൽ കയറാൻ സാധിക്കും. ഓരോ നിയമനങ്ങളും ഇപ്പോൾ LDC ആണെങ്കിൽ കോഴിക്കോട് 39 നിയമനം കൂടെ നടന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ 31 നിയമനം കൂടി വന്നിട്ടുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ 12 നിയമനം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിയമനങ്ങൾ വിളിക്കുന്നുണ്ട്, PSC വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ രീതിയിൽ നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങളിപ്പോൾ JHI ആണെങ്കിലും JPHN ആണെങ്കിലും ക്ലാസ്സുകൾ ഉടനെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് ഓഫീസർ എക്സാമിന് വേണ്ടിയും RRB എക്സാമിന് വേണ്ടിയും തയ്യാറെടുക്കുന്നവർ നന്നായിട്ട് തന്നെ പഠിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്.